പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധന നമുക്ക് അനുഭവമാകുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരാധന നമുക്ക് അനുഭവമാകണത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ആനുപാതികമായിരിക്കും. അപ്പോൾ നമ്മളെന്നാ ചെയ്യേണ്ടത്? എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കണം. ഈശോ എന്നാ പറഞ്ഞത് ഈ വിഷയത്തിൽ? പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനായി കരുതുന്നവന് നീതിമാൻ്റെ പ്രതിഫലം. എപ്പോഴും എങ്ങനെ കരുതുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. ഒന്ന് പറഞ്ഞേ. പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നീതിമാനായി കരുതുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കരുതുന്നത്? അതനുസരിച്ച് ആനുപാതികമായിരിക്കും അതിൻ്റെ പ്രതിഫലം. ഈ ബൈബിളിലെ വിശ്വാസത്തിന് പറയുന്ന വേറെ ഒരു അനോണിമസ് ടേമാണ് അജ്ഞാത വചനം. വിശ്വാസത്തിൻ്റെ തത്സമമായി പറയുന്ന ഒരു ഷാഡോ വേഡ്, നിഴൽ വചനമാണ് ഈ കരുതുക എന്ന് പറയുന്നത്. വിശ്വാസം തന്നെയാണ്. കരുതുക എന്ന് പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. എന്താ അച്ഛൻ എങ്ങനെ പറയുന്നറിയാവോ? ആ രക്തസ്രാവക്കാരി രോഗി സുഖപ്പെട്ടത് എങ്ങനെയാണ്? ലുക്കായുടെ സുവിശേഷം 8:40 മുതലേ ആ രക്തസ്രാവക്കാരി രോഗി എങ്ങനെ സുഖപ്പെടുത്തിപ്പെട്ടത്? പക്ഷേ ബൈബിൾ കമൻ്റ് ചെയ്യണത് എന്താ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. കരുതല് ആ വാക്കങ്ങനെ കിടക്കണേ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും ഒന്ന് സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോഴാണ് അവൾ തൊട്ടതും ആ കരുതലോട് കൂടിയാണ് തൊട്ടത്. അപ്പം ഈ വിശ്വാസത്തിന് ബൈബിൾ പറയുന്ന വേറെ വാക്കാണ് ഉള്ളിൽ കരുതൽ. ഇപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉള്ളിൽ കരുതലുണ്ടാകണം. ഇപ്പോൾ ഒരു ചേട്ടായി ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ്, ഇന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ, സജി മോൻ ഇലഞ്ഞി, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ തിരക്കുള്ള ദിവസം വന്നു, ഞാൻ കുറേ അകലെ വണ്ടി വെച്ചത്, എന്നിട്ട് എനിക്ക് ഇവിടം വരെ വരാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഞാൻ 15 വർഷമായി മുട്ടിൽ നിന്നിട്ട് എൻ്റെ അസ്ഥികൾ തേഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയെ നോക്കി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ, അപ്പോൾ എനിക്ക് ഇവിടെ മുട്ടി നിൽക്കാം. അപ്പോൾ ഞാൻ 15 വർഷമായി മുട്ടിൽ പറ്റണില്ല, ആളിന് പറ്റണില്ല. പക്ഷേ ഞാൻ മുട്ടി നിൽക്കുമോ എങ്ങനെയെങ്കിലും, അമ്മ മാതാവ് നിന്ന സ്ഥലമല്ലേ. പക്ഷേ ആരെന്നെ എഴുന്നേൽപ്പിക്കും?
എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചോദ്യം. ആരെന്നെ കണ്ട് നിന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, കസ്തി തേഞ്ഞിരിക്കുകയല്ലേ, മുട്ട തേഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞ് അമ്മ എന്നെ എഴുന്നേൽപ്പിക്കും, ആരും എഴുന്നേൽപ്പിച്ചില്ലെങ്കിലും അമ്മ എന്നെ, എന്നിട്ട് എൻ്റെ മാതാവേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടേ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മാതാവിനെ വിളിച്ച് എഴുന്നേറ്റെന്ന്. എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറാം, നടക്കാം, സ്റ്റെപ്പ് ഇറങ്ങാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, തളർവാദ രോഗിന് കിടക്കേട് നടക്കാൻ കൽപ്പിച്ച ദൈവമേ, കൈകാല് കഴപ്പുള്ളവര്, നടക്കാൻ പറ്റാത്തവരെയും ഡിസ്കിന് അകൽച്ചയുള്ളവരെയും ന്യൂറോ സംബന്ധമായ രോഗത്തിൽ തളർന്നു പോയവരെയും ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹം വർഷിക്കണമേ, സൗഖ്യം വർഷിക്കണമേ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കരുതൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം എങ്ങനെ മുട്ട നിന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണല്ലേ എന്ന് വിശ്വസിച്ചിട്ടാണ് അങ്ങനെ മുട്ട നിന്നത്. പിന്നെ ആരെന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും? അമ്മ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അതും കരുതലാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാകണത് ദൈവം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് ഇടപെടാനോ സമയമായി എന്ന അർത്ഥമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം നമ്മൾ ദൈവത്തെ വ്യക്തിപരമായിട്ട് കാണാനും തൊടാനും കാലമായെന്നാണ് നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മളോട് പറയാതെ പറയണത്. കാര്യം ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത്, അല്ലേ? ആ രക്തസ്രാവ രോഗി തന്നെ എന്താ പറഞ്ഞത്? ഉള്ളിൽ കരുതി. അവിടെ ക്ഷീണമില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ കർത്താവിനെ തള്ളിയും ഉരുന്തിയും ഒക്കെയാണ് നടക്കണത്. കാര്യം അത്രയും ഈശോ പുറത്തിറങ്ങുമ്പോൾ പട്ടാളം പോലെ ആളായിരിക്കും, തിക്കലാക്കും തിരക്കായിരിക്കും. പക്ഷേ എത്ര തിക്കും തിരക്കും ഉണ്ടായാലും പുറമേ കരുതണമല്ല, ഉള്ളിൽ കരുതണതാണ് വിശ്വാസം, അനുഭവം വരണത്. ഉള്ളിൽ കരുതണം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, മർക്കോസിന്റെ സുവിശേഷം 9:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ളിൽ കരുതലായ വിശ്വാസത്തെ എന്നിൽ വർദ്ധിപ്പിക്കണമേ. അപ്പം വിശ്വാസം ഉള്ളിൽ കരുതലാണ്. പക്ഷേ കരുതൽ കുറേ സമയം ചെല്ലുന്തോറും കൂട്ടിക്കൂട്ടി വരണം. കരുതലിന് അങ്ങനെ ഒരു, വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ? വിശ്വാസം ഇങ്ങനെ ആകാശം പോലെ വളരും. വിശ്വാസത്തിന് ഒരു ഇത്ര വരെ വളരാൻ പറ്റുമെന്നില്ല. വിശ്വാസത്തിന് എത്ര വേണമെങ്കിലും വളരാൻ പറ്റുമെന്നറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ചെറുതാണെന്ന് നമുക്ക് തോന്നിപ്പോണത്. വിശ്വാസത്തിൻ്റെ ഇപ്പോൾ ഒരു ഫിലോപ്പിയ അല്ലേ, നമ്മൾ കാണുന്ന മത്സ്യമാണ്. ഞാൻ കാമരാജ് യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ ഒരു നരിമീനാണ് കിടക്കുന്നത് പരീക്ഷണശാലയിൽ. ഒരു മലയാളി കന്യാസ്ത്രീയാണ് അതിൻ്റെ ജനറ്റിക് എൻജിനീയറിങ് മോണിറ്റർ ചെയ്യണത്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇത് നരിമീനാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഇത് തിലോപ്പിയയാണെന്ന് പറഞ്ഞു. അപ്പോൾ തിലോപ്പിയ നമുക്കറിയാം എന്തുമാത്രം ഉണ്ടത്, ഒരു 30 സെൻറ്റിമീറ്റർ മാക്സിമം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫിലോപ്പിയയിൽ നരിമീൻ്റെ ജീൻസ് എടുത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് ജനറ്റിക് എൻജിനീയറിങ് വഴി പരീക്ഷണശാലയിൽ ആ മത്സ്യത്തെ ജനിപ്പിക്കുക. അപ്പോൾ നരിമീൻ പോലെ ഏതാണ്ട് 6 അടി 7 അടിയായിട്ടാണ് ഫിലോപ്പിയ വളരണത്. അത്രയും വലിയ ഫിലോപ്പിയാണ് പരീക്ഷണശാലയിൽ. ഇതുപോലെ നമ്മൾ പലപ്പോഴും വിശ്വാസം എടുക്കണത്, ബൈബിളിൽ പല ആൾക്കാരുടെ വിശ്വാസമുണ്ട്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട വിശ്വാസം, ബൈബിളിൽ ഏറ്റവും നല്ല വിശ്വാസം, നമുക്ക് ജീൻസ് എടുക്കാവുന്ന വിശ്വാസമുണ്ട്.
മേരി മാഗ്ഡലിൻ്റെ വിശ്വാസം വല്ലാത്ത ഒരു ജീൻസാണത്. മേരി മാഗ്ഡലിൻ അവർ കല്ലറയെ വന്നതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് നോക്കിയ മേരി മാഗ്ഡലിൻ്റെ അവസാന കർത്താവിൻ്റെ കല്ലറയെ വരുന്ന ഭാഗങ്ങളുണ്ട്. അവർ തിരിച്ചു പോകത്തില്ല, അവരെ കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ. അപ്പോൾ നമ്മൾക്ക് കാണാം വേറെ 2 പേര് വരും. ആരാണ്? പത്രോസ് വരും, ആദ്യം യോഹന്നാൻ വരും. കല്ലറയെ വാതിക്കൽ നിൽക്കും, കല്ലറ വാതിക്കൽ നിൽക്കും, അകത്തോട്ട് കിടക്കത്തില്ല. പേടികൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. യോഹന്നാൻ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ ആളാണ്, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ കല്ലറയുടെ വാതിക്കൽ വരുമ്പോൾ എവിടെ ഒരു പമ്മൽ ചെറുതായിട്ട് അങ്ങ് നിൽക്കും. നമ്മൾ ഭയങ്കരമായ വ്യാഖ്യാനമൊക്കെ പറയും. എന്താണ്? പത്രോസ് വരാൻ കാത്തു നിന്നതാണ്, പത്രോസാണ് പ്രധാനി, പത്രോസാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്ഥിരീകരിക്കേണ്ടയാൾ. സൈദ്ധാന്തികമായിട്ടൊക്കെ അങ്ങനെ പറയാം. പക്ഷേ യോഹന്നാൻ നിന്നു വന്നുള്ളത് പ്രത്യേകതയാണ്. പക്ഷെ പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ 2 പേരുടെയും ഇവർ ഒരുമിച്ചോടിയ ആൾക്കാരാണ് അല്ലേ? കല്ലറയിലേക്ക് ഒരുമിച്ചോടിയ ആൾക്കാരാണ്. ആമയും മുയലിൻ്റെ ഓട്ടംപുരി ആയിപ്പോയി. വിശ്വാസത്തിനൊരു ഘട്ടം വന്നപ്പോൾ യോഹന്നാൻ അറച്ചകത്ത് വടിവാതിക്കൽ നിൽക്കും. പിന്നാലെ വന്ന പത്രോസ് എന്തുകൊണ്ടാണ്? യോഹന്നാൻ സാധാരണ മനുഷ്യൻ്റെ പ്രവണത എന്താണ്? ഒരുത്തൻ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ പുറകിലല്ലേ വന്ന് നിൽക്കേണ്ടത് അടുത്ത ആൾ, ഇല്ലേ? സാധാരണ മനുഷ്യൻ്റെ പ്രവണത എന്താണ്? ഒരുത്തൻ പോയി ഒരു സ്ഥലത്ത് നിന്നാൽ പുറകെ ഒരുമിച്ച് വന്നവർ അവൻ നിന്ന് പോയാൽ പിന്നെ പിന്നാലെ വന്ന ആൾ അവൻ്റെ പുറകിലേ നിൽക്കത്തുള്ളൂ. പത്രോസ് നിൽക്കത്തില്ല. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറിയ. അപ്പോൾ വിശ്വാസം മാറി. അപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം യോഹന്നാൻ്റെ വിശ്വാസം ആ ഒരു പോയിന്റിൽ വെച്ച് യോഹന്നാനേക്കാൾ പത്രോസ് ലീഡ് ചെയ്തു. അതാണ് വിഷയം. വിശ്വാസത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വന്ന് ചിലപ്പോൾ നിൻ്റെ വിശ്വാസം നിന്ന് പോകും. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, അങ്ങയുടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ആത്മീയ ഓട്ടത്തില് അങ്ങയുടെ മകനും മകളും ഒരു ജീവിത പ്രശ്നങ്ങളിലും നിന്ന് പോകാതിരിക്കാൻ വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശ്വാസം മന്ദീഭവിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അബ്രഹാത്തിന്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഏലിയായ്ക്ക് നൽകിയ വിശ്വാസീഷ്ഠത ഞങ്ങൾക്ക് നൽകണമേ. പ്രവാചകർക്ക് നൽകിയ വിശ്വാസീഷ്ഠത, അപ്പോസ്തലന്മാർക്ക് നൽകിയ വിശ്വാസം ഞങ്ങളിൽ പകരണമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി, കണ്ട് വിശ്വസിച്ചു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 20:8. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി. അവൻ്റെ വക്കുശീല അവിടെ കിടക്കുന്നതും തലയിലെ തൂവാല വക്കുശീലയോടുകൂടി അല്ലാതെ ഒരു മൂലക്ക് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. എന്താ കാര്യം? തലയിൽ പൊതിഞ്ഞിരുന്ന തൂവാല അതിങ്ങനെ ഈശോൻ്റെ ബോഡി അങ്ങ് ട്രാൻസ്ഫിഗറായിപ്പോയി. പുനരുദ്ധാനത്തിൽ ഈശോ പ്രകാശരൂപനായി മാറിയപ്പോൾ ആ ബോഡി, ആ വക്കസ് പൊതിഞ്ഞ തുണിയെല്ലാം കൊക്കൂൺ പോലെ ആയിപ്പോയി. കൊക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പക്കി പറന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട അവശേഷിക്കത്തില്ലേ? നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? അതുപോലെ തലയ്ക്ക് ചുരുട്ടി വെച്ചിരിക്കുന്ന തൂവാല അതുപോലെ തന്നെ അതിൻ്റെ അഴിക്കൽ മാറാതെ ചുരുട്ടിയ പടി മൂലക്കിരിക്കണത് കണ്ടു. അപ്പോഴാണ് വചനം പറയണത്, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പത്രോസ് കണ്ട് വിശ്വസിച്ചു. എന്നിട്ട് പിന്നെ എന്നാ ചെയ്തു? പത്രോസ് തിരിച്ചുപോയി. വിശ്വസിച്ചു, പക്ഷേ തിരിച്ചുപോയി. അപ്പോൾ തിരിച്ചു പോകാതെ ഒരാൾ അവിടെ അവശേഷിച്ച്. ആരാണത്? മേരി മാഗ്ഡലിൻ. അതും വിശ്വാസമാണ്. യോഹന്നാൻ്റെ ഒരു വിശ്വാസമുണ്ട്, പത്രോസിൻ്റെ വേറെ വിശ്വാസമുണ്ട്.
ഇപ്പം വേറെ ഒരാളുടെ വിശ്വാസം. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ചെന്നു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തോട് ഓരോ ശിഷ്യന്മാരുടെ പ്രതികരണങ്ങൾ വളരെ ഹൃദ്യമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. മേരി മാഗ്ഡലിൻ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ നിന്നു. അപ്പോൾ കാൽപെരുമാറ്റം കണ്ട് പിറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. അല്ലേ? പ്രഭു, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. യോഹന്നാൻ 20-16 അപ്പോൾ ഈശോ പറഞ്ഞു, മറിയം റബ്ബോനി. അവൾ അവിടത്തേക്ക് ചാഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത് സഹോദരങ്ങളെ? മേരി മാഗ്ഡലിനോട് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തെന്ന്, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രോസിനോട് പറഞ്ഞായിരുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. എല്ലാ പീഡാനുഭവ പ്രവചനങ്ങളിലൂടെയും മനുഷ്യപുത്രൻ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, നമ്മൾ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, മനുഷ്യപുത്രനെ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ബൈബിൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് കർത്താവ് പാഷൻ പ്രഡിക്ഷൻസ് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് 4 പ്രാവശ്യം ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വിശ്വാസം മറന്ന പത്രോസ് തിരിച്ചു പോവുകയാണ്. പക്ഷേ വിശ്വസിച്ച് തനിക്ക് പ്രബോധനം കിട്ടിയിട്ടില്ല കർത്താവിനെക്കുറിച്ച്. അവൾക്കാകപ്പാടെ കിട്ടിയത് ഒരു അനുഭവമാണ്. എന്താണ്? കർത്താവ് സ്നേഹിക്കുന്നവനാണെന്ന്. അതുകൊണ്ടാണ് പറയണത്, നീ ചത്താലും ചീഞ്ഞാലും ചീർത്താലും എൻ്റെ കർത്താവിനെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. കർത്താവേ എന്ന് വിളിക്കുന്നതിനല്ലാതെ അവൾക്ക് കിട്ടാൻ പോകുന്നത് ബോഡിയാണെന്നറിയാം. എങ്ങനെ? അവൾക്കറിയത്തില്ലല്ലോ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നിങ്ങൾ മേരി മാഗ്ഡലിനെ പഠിക്കണം ശരിക്കും. എന്നിട്ട് നമ്മളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണം. എന്തിനാ? എന്തെങ്കിലും ജീവിതത്തിലൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ്. മേരി മാഗ്ഡലിന് അങ്ങനെ ഒരു വിശ്വാസമില്ല. മേരി മാഗ്ഡലിൻ്റെ വിശ്വാസം എന്താണ്? ഇനി എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് ബോഡി 3 ദിവസം പഴക്കം ചെന്ന ഒരു ചീർത്ത ഒരു ബോഡിയാണ് കിട്ടുന്നത്. മേരി മാഗ്ഡലിൻ പറയാതെ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, ഞാൻ നിന്നെ അന്വേഷിക്കണത്, ഞാൻ നിന്നെ തിരക്കണത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യം കാണാൻ കഴിയുമെന്നല്ല, നീ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബാധ്യതയായി മാറുമെന്ന് എനിക്കറിയാം. കാര്യം എന്താണ്? നിന്നെ രണ്ടാമത് കൊണ്ടുപോയി ഞാൻ മാന്യമായി കുഴിച്ചിടണം. നീ എനിക്ക് കിട്ടുകയാണെങ്കിൽ, എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ നീ എനിക്ക് ബാധ്യതയായി മാറും. ഞാനെങ്ങനെ ഓർക്കും ചില സമയത്ത്, മേരി മാഗ്ഡലിൻ ഇവിടെ പത്രോസില്ല, പൗലോസില്ല, പത്രോസില്ല, യോഹന്നാനില്ല, ആരുമില്ല. ഇവിടെ ഒറ്റ പെണ്ണാണ്. അവൾ ഒറ്റ പെണ്ണാണെങ്കിലും കൂട്ടിൽ ആരുമില്ല എന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് ബാധ്യതയാണെങ്കിലും എൻ്റെ കർത്താവിനേക്കാൾ വലിയ ജീവിതം എനിക്കില്ലെന്ന് കർത്താവിനോട് തുറന്നു പറയുമ്പോൾ കർത്താവ് അവളെ വിളിക്കും മേരി. അതുകൊണ്ടാണ് പുനരുത്ഥാനം ആദ്യം അവൾക്ക് അനുഭവമായത്. ദൈവത്തിന് പഞ്ഞമൊന്നുമില്ല. ദൈവത്തെ എങ്ങനെ കരുതുന്നു എന്നതിലാണ് പഞ്ഞം വന്നിരിക്കുന്നത്. ദൈവത്തെ എനിക്കോ നിനക്കോ അനുഭവിക്കുന്നതിന് പഞ്ഞമില്ല. എന്തിനാ പഞ്ഞമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ നമ്മൾ എങ്ങനെ കരുതുന്നു. യോഹന്നാൻ കരുതിയതുപോലെയുള്ള പത്രോസ് കരുതിയതുപോലെയുള്ള മേരി മാഗ്ഡലിൻ കരുതിയത്. മേരി മാഗ്ഡലിൻ്റെ കരുതൽ വിശ്വാസം മാത്രമല്ലേ ഉള്ളത്, പിന്നെ എന്താണ്? ബാധ്യതകളെ ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമുണ്ട്. വിശ്വാസം എന്നത് മേരി മാഗ്ഡലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ്റെ ഭാഷ്യം പറഞ്ഞാൽ, വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ബാധ്യതകളെ സ്വയം ഏറ്റെടുക്കാനുള്ള സ്നേഹത്തിൻ്റെ പേരാണ് വിശ്വാസം. കൈ അടിച്ചു കർത്താണ്. മേരി മാഗ്ഡലിന്റെ ജീവിത വിശുദ്ധിയും വിശ്വാസ തീഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ. മാതാപിതാക്കളെ രോഗികളായിട്ടുള്ളവരെ, ബാധ്യതയായി കരുതുന്നവരെ സമർപ്പിക്കുന്നു.
കർത്താവേ, ജീവൻ ശവം പോലെ കിടക്കുന്നത് അവരെ ബാധ്യതയെ കണ്ടവരെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കഴിയുന്നവർ ബാധ്യതകളായി വിശ്വാസവിശുദ്ധിയോടുകൂടി അവരെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കരുത്ത് പകരണമേ. നിറഞ്ഞ വിശ്വാസത്തിന്റെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴെന്നെ അവസാനം ഈശോ പറഞ്ഞത് വിശ്വാസം എന്നത് ഒന്ന് പറഞ്ഞേ. വിശ്വാസം എന്നത് ദൈവത്തിന്റെ ബാധ്യതകളെ ഏറ്റെടുക്കാനുള്ള സ്നേഹത്തിന്റെ പേരാണ്. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കുക അല്ലേ? എനിക്കും അറിയാൻ പാടില്ല, നിങ്ങൾക്കും അറിയാൻ പാടില്ല. ഇപ്പൊ കർത്താവ് പറയുമ്പോഴാണ് മനസ്സിലാക്കണത്. എന്നാ വിശ്വാസം എന്നത്? ഒന്ന് പറഞ്ഞേ. വിശ്വാസം എന്നത് ദൈവത്തിന്റെ ബാധ്യതകളെ ഏറ്റെടുക്കാനുള്ള സ്നേഹത്തിന്റെ പേരാണ്. അതാണ് നമ്മൾ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കന്മാരെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞില്ലേ, ഉടമ്പടി നമ്മൾ ചെയ്യണത് എന്താ? അതാ ചെയ്യണത്. ഇപ്പോൾ ഒരു ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ ബാധ്യതകളാണ്. ദൈവത്തിൻ്റെ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ബാധ്യതകൾ അല്ലേ? നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബാധ്യതയല്ലേ? ഒരു മൈലിൽ പോകാൻ നിന്നോട് നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോകാൻ പറയണമെന്ന് പറയണത് നമ്മുടെ ബാധ്യതയല്ലേ? ഇല്ലേ? ഇങ്ങനെ ദൈവത്തിൻ്റെ ബാധ്യതകളെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ ബാധ്യതകൾ. നിന്നോട് ചണ്ട കൂടി നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കാൻ പറയണത് എന്താണ്? നമുക്ക് ബാധ്യതയല്ലേ? നമുക്ക് നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള എല്ലാ കാര്യങ്ങളും ബാധ്യതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ ബാധ്യതകളെന്ന് പറയണത്. മത്തായിയുടെ സുവിശേഷം 5:40, 41, 42 ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ ബാധ്യതകൾ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. രോഗിയെ സന്ദർശിക്കാൻ വെറുതെ പറ്റുമോ? വെറുതെ കൈമീശി ചെല്ലാൻ പറ്റുമോ? ഇല്ലേ? ചെല്ലാൻ പറ്റത്തില്ല. അവിടെ കാര്യങ്ങൾ അന്വേഷിക്കണം, പൈസ ഇല്ലേ പൈസ കൊടുക്കണം. ഇനി വേറെ ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ആ വിഷയം അന്വേഷിക്കണം. അങ്ങനെ പല ബാധ്യതകളാണ്. എന്താണ് ഇതെല്ലാം നമ്മൾ എടുക്കണം? എങ്ങനെയാണ്? കാരുണ്യ പ്രവൃത്തിയിൽ എടുക്കുക. ദൈവത്തിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കുകയാണ് നമ്മൾ. പക്ഷെ ഔട്ട് ഓഫ് ലവ് അതെങ്ങനെ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മൊന്തം കയറ്റിയെന്നല്ല, പിന്നെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി. അപ്പോഴാണ് നമ്മൾ സാക്ഷികളാകണത്. ഒന്ന് പറഞ്ഞ്, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ ബാധ്യതകള് ദൈവത്തിൻ്റെ വചനങ്ങളാകുന്ന ദൈവത്തിൻ്റെ ബാധ്യതകള് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കാനുള്ള സുവിശേഷ സാക്ഷ്യം അഥവാ സാക്ഷിക്കൊത്ത അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ സാക്ഷികളാകാൻ, ദൈവവചനത്തിന്റെ സാക്ഷികളാകാൻ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുന്നതിനെ ഓർത്ത്, തിരുവചന പ്രഘോഷത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നതിനെ ഓർത്ത്, ഔഷധ വചനങ്ങളാൽ ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢവൽക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആരാണ് അപ്പോൾ? ദൈവത്തിൻ്റെ സാക്ഷികൾ. ഉടമ്പടി നമ്മൾ എന്താക്കും? ദൈവത്തിൻ്റെ സാക്ഷികളാക്കും. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരാക്കും, ദൈവത്തിൻ്റെ സാക്ഷികളാക്കും. അതാണ് വചനം നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, ഹിന്ദു പത്തനാപുരം. എന്നാ സാക്ഷ്യം പറഞ്ഞത്? അവരൊരു ചിറകുള്ള എന്താ കാണിച്ചത്? മാതാവിനെ കാണിച്ചില്ലേ? അത് സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഈ വലിയ കലവൂര് പള്ളി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകയെ വെളുപ്പിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടീ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്, നിനക്കറിയാവോ എന്താണെന്ന്? എന്താ? നമ്മുടെ മാതാവ്, കൃപാസനം മാതാവ്
ചിറക് വിരിച്ചു വന്ന് അൽത്താറെ വലിയ കരു പള്ളിയുടെ അൽത്താറെ നിൽക്കണമെന്ന്. 2 കൊല്ലം മുമ്പ് കണ്ട സ്വപ്നമാണ്. കൃപാസനം മാതാവ് ചിറക് വിരിച്ച് വന്ന് വലിയ കലവ് പള്ളിയുടെ അൽത്താറെ വന്ന് നിൽക്കുന്നു. അപ്പം പിന്നീട് അച്ഛൻ്റെ ആത്മകഥ എഴുതിയപ്പോഴേ അവരാണത് നോട്ട് കറക്റ്റ് ചെയ്യണത്. അവരതിൻ്റെ അകത്തൊരു വചനം ചേർത്ത്. ഏതാണെന്നറിയാവോ? അതായത് വെളിപാട് 12:14 സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്മാരുടെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ പറ്റി സഭ വസ്തുനിഷ്ഠമായി പഠിക്കണം. കാര്യം നമ്മൾ പറയുന്ന വിഷയത്തിലൊന്നും ചെന്നത് അവസാനിക്കത്തില്ല. കാര്യം എന്താ? അടുത്ത വചനം എന്താ? പുറപ്പാട് 12:14 ശേഷമുള്ള വചനങ്ങൾ. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. സമയമുള്ളിടത്തോളം കാലം അമ്മ ഈ ഭൂമിയിലുണ്ടാവും. ദാറ്റ് മീൻസ് കാലത്തിൻ്റെ അവസാനം വരെ. കാലത്തിൻ്റെ അവസാനം വരെ സമയമുള്ളിടത്തോളം കാലം അമ്മ ഭൂമി സംരക്ഷിക്കപ്പെടും. കൈ അടിച്ച് കിടന്നാണ്. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, സമയ സന്ദർഭങ്ങൾ അധികാരമുള്ള അമ്മേ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം വർഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അക്രൈസ്തവ സഹോദരങ്ങൾ പോലും എന്തുമാത്രം ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടെന്നറിയാവോ? കഴിഞ്ഞ ദിവസം ഇന്നലെ 5 കോട്ടയം എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അക്രൈസ്തവ സഹോദരിയാണ്. അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് ജർമ്മനി പോകണം. പക്ഷേ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ജർമ്മനി പോകുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൽ അവളുടെ സർട്ടിഫിക്കറ്റെല്ലാം യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് ഡേറ്റ് ബാർ ചെയ്തിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് വരാൻ കാര്യം ചിലപ്പോൾ 6 മാസം എടുക്കും. പഞ്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ചെയ്തിട്ട് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 6 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയെന്ന്. സുധിയുടെ ഹല്ലേലൂയ. യേശു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമയത്തിന്റെ വീണ്ടും നമ്മൾ വെളിപാട് 12:17 അപ്പോൾ സർപ്പം. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഏത് സർപ്പമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഏത് സർപ്പമാ? പുറപ്പാട് 12:9 ഒരു സർപ്പമുണ്ട്. ഏതാണത്? പുരാതനമായ സർപ്പം. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം. ഈ സർപ്പവുമായിട്ടാണ് ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറിയാമല്ലോ, ഉൽപ്പത്തി 3:15 നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. നിൻ്റെ കുതികാലിന് അവൻ പരിക്കേൽപ്പിക്കും. ആരാണത്? അപ്പം ഈശോയുമായിട്ടും സർപ്പം ശത്രുതയാണ്, അമ്മയുമായിട്ട് ശത്രുതയാണ്. അപ്പം സർപ്പത്തെ ഒതുക്കാൻ വേണ്ടി ദൈവം 2 പേരെ സൃഷ്ടിച്ചു. ഒന്ന് വചനം മാംസമായി. ഈശോ സൃഷ്ടിക്കപ്പെട്ടതല്ല,
വചനം മാംസമായി മനുഷ്യാവതാരത്തിലൂടെയാണ്. പുത്രൻ തമ്പുരാൻ ലോകത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ ആത്യന്തികമായിട്ട് നമുക്കറിയാമല്ലോ, ഇതൊരു പോരാട്ടമാണ്. നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യണത് എന്താണ്? 3 പാപങ്ങളെ വെച്ച് 4 പ്രാവശ്യം 4 തവണയായിട്ട് 12 പാപങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിക്കണത്, ഇല്ലേ? അപ്പോൾ ഒരു പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, നമ്മൾ സർപ്പത്തോട് അമ്മയോട് ചേർന്ന് ഒരു പോരാട്ടത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പാപത്തിനെതിരെയുള്ള പോരാട്ടം എത്തച്ചൊരിച്ചിൽ വരെ എത്തിയില്ലല്ലോ എന്ന് പറയണില്ലേ? അതൊരു പോരാട്ടമാണ്. ഇപ്പോൾ പ്രഭാകരൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. 40 വർഷമായിട്ട് നടത്തിയിരുന്ന പോരാട്ടത്തിൽ ആ മനുഷ്യൻ ജയിച്ചു, അമ്മയോടൊപ്പം യുദ്ധം ചെയ്ത്, അല്ലേ? ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നുള്ള വലിയ ദുശ്ശീലത്തിൻ്റെ പാപത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് പ്രഭാകരൻ ജയിച്ചിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ പ്രഭാകരൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും? കർത്താവേ, ഞങ്ങളും പോരാട്ടമാണ്. അമ്മേ, ഈ പോരാട്ടത്തിൽ പ്രഭാകരനെ പോലെ ജയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, തീരാരോഗത്തുള്ള പോരാട്ടങ്ങള്, മദ്യപാന ലഹരി വസ്തുക്കളുടെ പോരാട്ടങ്ങള്, വിട്ടുമാറാത്ത തഴക്ക ശീലങ്ങളോടുള്ള പോരാട്ടങ്ങള്, അതിനോടുള്ള പ്രാർത്ഥനകള്, മാതാപിതാക്കളുടെ കണ്ണുനീരുകള്, കർത്താവെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള് എല്ലാം കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവെ, പുറപ്പാട് 14:14 അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പോരാട്ടത്തിൽ അന്ത്യം വരെ നമ്മൾ പോരാടണമെന്നില്ല. ദൈവം നമ്മളെ ജയിപ്പിക്കും. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. ബാക്കി എന്താ? ബാക്കി ദൈവം നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? കണ്ണൂർ കണ്ണൂരുകാരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവിടെ 2 മക്കൾ സെമിനാരിലാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു മകന് കന്നഡ അറിയാം, ഒരു മകന് കന്നഡയ്ക്ക് 4-5 മാർക്ക് കിട്ടുന്നുള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്? അമ്മയോടൊത്താണ് ആ പരിമിതിയെ പോരാടുന്നത്. ഇപ്പം എന്നാ അവർ പറയണത്? അവസാനം ആ സാക്ഷ്യം പറഞ്ഞ് എന്നെ അവസാനിപ്പിച്ചിരിക്കണത് 4-5 മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി ചെയ്ത് അമ്മയോടൊത്ത് ആ വിഷയത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിമിതിക്കേട് നമ്മൾ പോരാടുമ്പോൾ കൂടെ ദൈവവും പോരാടുകയാണ്. അതാണ് നമ്മൾ ജയിക്കണത്. ഇപ്പോൾ കന്നഡയ്ക്ക് മാർക്ക് വന്നപ്പോൾ ക്ലാസ് മാർക്കായി. ഇപ്പോൾ എന്നാ പറ്റണത്? എന്ത് സംഭവിച്ചിരിക്കണത്? അവർ ചോദിക്കണ ഇതാണ്, കന്നഡയിൽ ജനിച്ച് വളർന്ന് കന്നഡ പഠിച്ച കുഞ്ഞുങ്ങളും തോറ്റിരിക്കുക, എന്നിട്ടും ഉടമ്പടി ചെയ്ത മകൻ കന്നഡയ്ക്ക് ജയിച്ചു. ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലഞ്ഞേക്കാം, എങ്കിലും ദൈവമായ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. 34-ാം സങ്കീർത്തനമാണ് 10-ാമത്തെ വാക്യം. സിംഹങ്ങൾക്ക് ആർക്ക് ഇര കിട്ടില്ലെങ്കിലും സിംഹങ്ങൾക്ക് ഇര കിട്ടും, അല്ലേ? ആര് കന്നഡ തോറ്റാലും കന്നഡ ജനിച്ചു വളർന്ന ആൾക്കാർ തോക്കേണ്ട കാര്യമില്ല. അവർ തോറ്റിട്ടും കർത്താവിൽ ആശ്രയിക്കുന്നതും ജയിച്ചിരിക്കുന്ന കൈ അടിച്ച് കർത്താവ് ആശ്രയിക്കുന്ന കർത്താവേ, വചനങ്ങളിൽ വിശ്വസിക്കാം. ചേർത്ത് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഐസയ്യാ 41:10 എൻ്റെ വിജയകരമായ വലതുകരത്താൽ, ഒന്ന് പറഞ്ഞേ, എൻ്റെ വിജയകരമായ വലതുകരത്താൽ, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്, എൻ്റെ വിജയകരമായ വലതുകരത്താൽ, എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ ചേർത്ത് നിർത്തി. ഉടമ്പടി പാലിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തപ്പെടുകയാണെന്ന് ഓർക്കണം. ആരെയാണ് ദൈവം ചേർത്ത് നിർത്തണത്? ചിറകുള്ള മാതാവ്. അതിനനുസരിച്ച് സർപ്പങ്ങളുമായിട്ടുള്ള പോരാട്ടം, ഇല്ലേ? ആ ചിറകുകൾ നൽകപ്പെടുന്നത് എന്താണ്? വിജയത്തിൻ്റെ ചിറകുകളാണ്. സർപ്പത്തിൻ്റെ പോരാട്ടത്തിൽ നിനക്ക് ദൈവം ചിറകുകൾ നൽകും. ആ ചിറക് നൽകണത് എന്താ? നിനക്ക് കന്നഡയ്ക്ക് പാസ് മാർക്ക് പോലും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ
പറന്നു പോകാനുള്ള ചിറകുകൾ നൽകപ്പെടുന്നതാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ. അപ്പൊ പോരാട്ടം അവസാനം വരെ കേട്ടോ. ഉടമ്പടി എടുക്കുന്നത് തന്നെ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ്. കാര്യം ഈ സ്ത്രീയുടെ കൂടെ എപ്പോഴും അഭിമുഖീകരിക്കാൻ വേണ്ടി സർപ്പം എപ്പോഴും ഇവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളൊരു പോരാട്ടത്തിലാണ്. ഓരോ പോരാട്ടം ആത്മാർത്ഥമാകും തോറും ചിറകുകൾ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. അടഞ്ഞ കമ്പനി തിരിച്ച് വിളിച്ചില്ലേ? ഒരു ദുബായ് കമ്പനി പൂട്ടിയവരെ പുറത്താക്കിയപ്പോൾ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അന്ന് തന്നെ വേറെ കമ്പനിയിൽ ചിറകുകൾ നൽകപ്പെടുകയാണ്. നിനക്കിനി മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് നിൻ്റെ കഴിവ് കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റാത്ത രീതി കടമായി പോയി ജോലി നഷ്ടപ്പെട്ടു പോയാൽ you will get wings. നിനക്ക് ചിറകുകൾ നൽകപ്പെടും. കൈയടിച്ച് കർത്താവ് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ നഷ്ടപ്പെടുത്തുന്ന കർത്താവേ, തന്റെ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ സർവീസായി പോയിട്ടുള്ളവർ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ ദൈവസ്നേഹത്തിന്റെ കരുത്തിന്റെ ചിറക് നൽകണമേ. ഹല്ലേലൂയ. 12:17 അപ്പോൾ സർപ്പം ഏറ്റു പറഞ്ഞേ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇതിനെ കുറിച്ചാണ് പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ചിറകുകൾ നൽകപ്പെടും. പക്ഷേ എപ്പോഴും നമ്മൾ സംഭവിക്കണം എന്താന്ന് നോക്കിയേ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്ന് പറഞ്ഞ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും. നമ്മൾ ഈ ഉടമ്പടി നിബന്ധനകളെ പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവകൽപ്പനകളെ കാക്കുകയാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി. ഇല്ലേ? നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുമ്പോഴും വി ആർ വിറ്റ്നസിങ് ജീസസ്. നമ്മൾ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി ആദ്യം തന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ആത്യന്തികമായ ദൈവിക സ്വർഗീയ രഹസ്യം ഇങ്ങനെ ദൈവം പൂത്തിവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇത് ശാശ്വതവും അതേസമയം തന്നെ സമർത്ഥവും സമ്പൂർണമായ ഒരു സാക്ഷ്യപ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ വിശ്വാസത്തോടെ പാലിച്ചാൽ മാത്രം പോരാ. വിശ്വാസം, യോഹന്നാൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസം കണ്ടു. ബട്ട് വി അഡ്മയർ ദ ഫെയ്ത്ത് ഓഫ് മേരി മാഗ്ഡലിൻ. ആരുടെ ഫെയ്ത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? മേരി മാഗ്ഡലിൻ. കർത്താവിൽ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിലും കർത്താവിനെ പ്രതി എന്ത് ബാധ്യതകളും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിന് സാക്ഷിയാകാം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവത്തെ സ്നേഹിക്കണത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം സത്യസന്ധവും ആ സ്നേഹം സാക്ഷ്യവുമായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളുപരി നിന്നോടുള്ള സ്നേഹത്താൽ സാക്ഷിയാകുന്ന യഥാർത്ഥ ഉടമ്പടി പൈതലായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇതേവരെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ഇതര സംസ്ഥാനങ്ങളിൽ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, വിദേശത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, കർത്താവരുടെ ജീവിത നിയോഗങ്ങള്, അവരുടെ ഉടമ്പടി നിബന്ധനകള് എല്ലാം പ്രാപിച്ച് കർത്താവെ വിശുദ്ധിയോടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവ്യ കൃപാനയുടെ അഭിഷേക ശക്തിയാൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴേ ശ്രദ്ധിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളാണ്, പിന്നെ സാമ്പത്തികമായ രോഗത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും. ആരാധനയിൽ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി. കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമ്മൾ എന്തുകൊണ്ടാണ്
ആരാധന വെക്കുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വഹിക്കാൻ കാര്യം എന്താ? അതിവിടെ പറ്റത്തുള്ളൂ, പുറത്ത് പറ്റത്തില്ല. നിങ്ങൾ ചില ആൾക്കാർ തോന്നുന്നു എന്താ ആരാധന വെച്ചിട്ട് എന്തിനാണ് മാതാവിൻ്റെ പാട്ട് പാടണമെന്ന്. കാര്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയെപ്പോലെ മധ്യസ്ഥം വഹിക്കാൻ യോഗ്യതയുള്ള ആരും ഭൂമുഖത്തില്ല. ഉണ്ടോ? ഇല്ല. അപ്പം അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ആരാധന നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ഈശോനോട് നമ്മോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധത്തിലാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, അമ്മ മാതാവേ, ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ കണ്ണീരും അമ്മ മാതാവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ ഭാരങ്ങള്, ഞങ്ങളുടെ തകർച്ചകള് അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ നാമത്തില് മധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് ചിറകുകൾ നൽകണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ, അഭിഷേകം ചൊരിയണമേ. ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, വിഷമതകൾ സമർപ്പിക്കട്ടെ, മാരക രോഗങ്ങൾ സമർപ്പിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കണം. കാര്യം ഇതോടുകൂടി അടുത്ത മാസം വരുമ്പോൾ നമുക്ക് സാക്ഷ്യം പറയാൻ പല കാര്യങ്ങൾക്കും സാധിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായ, ഒന്നും സാധ്യമല്ലാത്തവന് ഈശോ എല്ലാം സാധ്യമാവന്. ഈശോ അന്ധന് കാഴ്ച നൽകിയവന്. ഈശോ ഊമന് സംഭാഷണ ശക്തി നൽകിയവന്. ഈശോ മഹോരോഗിയെ സുഖപ്പെടുത്തിയവന്. ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവന്. കർത്താവേ, കരുണ തോന്നണമേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കിഡ്നി രോഗികളെ സ്പർശിക്കണ കർത്താവേ. തലമുടി കുഴിക്കുന്നവരെ സ്പർശിക്കണ കർത്താവേ. പിരിച്ച് കറക്റ്റല്ലാതെ സ്പർശിക്കണ കർത്താവേ. മക്കൾ ഇല്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവ്. കിഡ്നി രോഗിക്കാർ, കാലിൽ നീരുള്ളവര്, അസ്ഥി ദ്രവിക്കുന്നവര്, തൈറോയിഡുകാർ, പിസ്തുലക്കാർ, പിസിയോടിക്കാർ, ഈശോ യേശുവിന്റെ നാമത്തിലെ ശരീരങ്ങള്, യേശു നാമത്തിലെ ശവശരീരങ്ങള്, ശവകോശങ്ങള് ഉയർത്തുന്ന കണ്ട് കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്ന നന്ദി പറയുന്നു കർത്താവേ. വിട്ടുമാറാത്ത രോഗങ്ങള് അങ്ങേറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇനി ദിവസങ്ങളിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ, ശവകോശങ്ങളുടെ പുനരുത്ഥാനമാണ് ഈ ആരാധനയിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴും അതാത് രോഗങ്ങൾ അനുഭവിക്കുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ രോഗമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അടുത്ത മാസം വന്ന് സാക്ഷ്യത്തിൻ്റെ കൗണ്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ബിസിനസ് തകർന്നവർ, വരുമാന മാർഗമില്ലാത്തവരെ, കുടുംബ തകർച്ച വന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ഇല്ലാത്തവർ, വിവാഹ തടസ്സക്കാർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, സാങ്കേതികമായ ദുരിതങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, പരീക്ഷ എഴുതിയവർ, റീവാലുവേഷൻ കൊടുത്തവർ, എല്ലാ പരീക്ഷ ഫലങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ അവർക്ക് ജോലി നൽകുന്നു. തൊഴിലിന്റെ മേൽ കർത്താവേ അങ്ങയുടെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവ് തൊഴിൽ മേഖലയിൽ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. വീട് ഇല്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളെ, സാമ്പത്തിക കടങ്ങളെ കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കുന്ന വിധത്തിൽ കർത്താവ് സാമ്പത്തിക ബാധ്യതക്കാരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇല്ലാത്തവർ, തടസ്സമുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് ജോലി തടസ്സമുള്ളവർ, സഞ്ചാര തടസ്സമുള്ളവർ, സാങ്കേതിക ദുരിതങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു മാറട്ടെ.
വലിച്ചിലുള്ള ശരീരഭാഗങ്ങൾ ബാലൻസ് ചെയ്യപ്പെടുന്ന മെസ്സേജാണുള്ളത്. വലിച്ചിലുള്ള ശരീരഭാഗങ്ങൾ, ഇപ്പോൾ ചിലർക്ക് കാലെത്തത്തില്ല, ചിലരുടെ അവയവത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. ആന്തരിക അവയവങ്ങൾക്ക് പോലും വലിച്ചിലുള്ളവർ, പിടുത്തമുള്ളവർ, ചിലപ്പോൾ ആക്സിഡൻ്റെ ഭാഗമാകാം, ചിലപ്പോൾ ജന്മനയാകാം. അതെല്ലാം പൂർവസ്ഥിതി പ്രാപിക്കേണ്ട. ശ്രുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ആന്തരിക കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ, നമ്മൾ പാങ്ക്രിയാസ്, കരൾ, ഇതൊക്കെ ഈശോ നേരിട്ട് കാണിക്കുന്നുണ്ട്. പാങ്ക്രിയാസ്, കരൾ, പിന്നെ നെയ്യുടെ കളറ് എന്നാൽ അല്പം കൂടി നിറം മങ്ങിയ എന്തോ ഒരു അവയവം. ഒരു പക്ഷേ ആ അവയവം പഴുത്തു പോയതാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കുമ്പിൾ പോലും കക്ക പോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ അവയവത്തിനുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും ഈശോ ഈ നിമിഷം അത്ഭുതകരമായി പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ബീജത്തിന് ഓട്ടമില്ലെന്നുള്ളതാണ് ടെക്നിക്കൽ ഡിഫക്ട്സ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് മക്കളില്ലാത്തതിൻ്റെ കാരണം നിൻ്റെ ബീജത്തിന് ഓട്ടമില്ലാത്ത കൊണ്ടാണെന്ന്. അപ്പം അത് ആ വിഷയമാണ്. ആ രീതിയിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ആൾക്കാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുമായി കയറി സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ബീജങ്ങൾക്ക് കർത്താവ് ഓട്ടം ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ എടുക്കുക, നേർച്ച വസ്തുക്കൾ എടുക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമായി നേർച്ച വസ്തുക്കൾ എടുക്കുക, സന്തോഷമായിട്ട് എടുക്കുക. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ പത്രമാണ്. പത്രത്തെക്കുറിച്ച് പറയാനുള്ളത്, പത്രം ഏത് ദിവസവും നിങ്ങൾക്ക് വാങ്ങിക്കാം. 31 ദിവസമുണ്ട്, ഒരു മാസം, ചിലപ്പോൾ 30 ദിവസമുണ്ട്. ഇതിലേത് ദിവസം മേടിച്ചാലും ഞങ്ങളത് കൗണ്ട് ചെയ്യും. ആ മാസത്തെ നിങ്ങളുടെ ഗഡുക്കളായിട്ട്, നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൗണ്ട് ചെയ്യും. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പത്രം മേടിക്കാം. കാര്യം ചില സമയത്ത് ഇതുപോലെയുള്ള തിരക്ക് ദിവസങ്ങളിൽ ചിലപ്പോൾ പത്രം തികയാണ്ട് വരും. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ദിവസം തന്നെ പത്രം മേടിക്കണമെന്ന് പറഞ്ഞാൽ പത്രം രണ്ടു പ്രാവശ്യം 2-3 തവണ തികയാതെ വന്നു. അപ്പം അതുകൊണ്ടാണ് നിയമം മാറ്റിയത്. കാര്യം നമ്മളുടെ ഏറ്റവും വലിയ ആസ്തി എന്താണ്? കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മൾ വായിച്ചില്ലേ 12-14 വെളിപാടിൻ്റെ പുസ്തകത്തിലെ വചനത്തിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുകയാണ്. ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കളെ പാപം ഉപേക്ഷിക്കാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും ഉടമ്പടി സന്തതികളായി മാറാനും. ദൈവാനുഗ്രഹത്താൽ എല്ലാ പത്രവും നമുക്കിപ്പോഴുണ്ട്. കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ്, മലയാളം പത്രത്തിൻ്റെ കൂടെ ബാക്കി 5 പത്രം കൂടിയുണ്ട്. അടുത്ത മാസം മുതൽ മറാഠി പത്രവും കൊങ്കിണി പത്രവും ഉണ്ടാവും അടുത്ത മാസം മുതൽ. ഇതുപോലെ ഇതൊക്കെ ഓരോ പ്രേക്ഷിതരെ അവർക്ക് പരിശുദ്ധ അമ്മ കൊടുക്കണ പ്രത്യേകമായ പ്രേരണ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയണതാണ്. മറാഠി പത്രം ഞങ്ങൾ ചെയ്തോളാമെന്ന് ബോംബെയിലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുക. അപ്പം അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് അമ്മ വളരെ ശക്തമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പത്രം കൊണ്ടുള്ള സൗഖ്യങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ലോകത്ത് പോലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങളത് ഒഫീഷ്യലായിട്ട് പ്രൊമോട്ട് ചെയ്യണില്ല, സാക്ഷ്യങ്ങൾ കേട്ടത് ഏറ്റു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു രീതികൾ. അപ്പം അതുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിലെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വിദേശത്ത് പത്രം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് കഴിഞ്ഞ മാസത്തെ കുറച്ച് പത്രം ഇവിടെ കഴിഞ്ഞ മാസം പോസ്റ്റിൻ്റെ കുറച്ച് തകരാറുണ്ടായത് കാരണം, ഇലക്ഷനൊക്കെ ആയത് കാരണം അയക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് ഞങ്ങൾ പത്രം അയക്കുന്നതായിരിക്കും. പത്രമുള്ളവർ കയ്യിലെടുക്കുക. അപ്പോൾ തിരിച്ചു പോകുമ്പം
എല്ലാവരും തന്നെ പറ്റുന്നവരെല്ലാവരും തന്നെ പത്രം വാങ്ങിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പത്രത്തിൻ്റെ കൂപ്പൺ വാങ്ങിക്കുന്നത്. ഈ ഡേറ്റിലുള്ള കൂപ്പൺ വാങ്ങിക്കുന്നത്. കാര്യം ഡേറ്റ് നോക്കിയിട്ടാണ് പത്രം പുതുക്കണതൊക്കെ എല്ലാം. ഉടമ്പടി പുതുക്കണതെല്ലാം ഇപ്പം പല കാര്യങ്ങളും നടക്കണ എപ്പോഴാണ്? ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ്. 6 കാര്യങ്ങളല്ലേ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 6 പുതുക്കം വേണ്ടതാണ്. ഞാൻ 4 വെച്ചിട്ടുള്ളൂ. അടുത്ത കൊല്ലം ഉടമ്പടി ആകുമ്പോൾ 6 പുതുക്കമാകും മിക്കവാറും. 6 കാര്യമല്ലേ നമ്മൾ വെച്ചിരിക്കണം. 6 കൽഭരണിയല്ലേ, 6 നിയോഗമല്ലേ, 6 നിബന്ധനയല്ലേ. അപ്പോൾ 6 പുതുക്കമാണ് കണക്കിന് വേണ്ടത്. അത്രയൊന്നും ഇവിടെ ഇരിക്കാനുള്ള സ്റ്റാഫൊന്നും ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നങ്ങൾ. ഇന്നത്തെ സഞ്ചരിക്കാൻ പോകുകയാണ്. വിശ്വാസ പ്രമാണം ചെല്ലട്ടെ. Lord Jesus Christ, Father of His Spirit, the fire fingers walk with the precious. Lord Jesus Christ, Father of His Spirit, the fire fingers walk with the precious. Lord Jesus Christ, Father of His Spirit, the fire fingers walk with the precious. And with the authority of the Catholic Church, with the power of Jesus Christ, with the merit of the Holy Priesthood, I bless the Holy Service. Those who will have grace and peace and power. ഉടമ്പടി ചെയ്യാത്തവർ നേർച്ച വസ്തു ഉപയോഗിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 ധനം നിറഞ്ഞ മറിയമാണ്. ഉപ്പ് ഉപയോഗിക്കേണ്ടത് പരുവിലും കുരുവിലും പുറത്ത് ഉപയോഗിക്കാം, ഭക്ഷണത്തിൽ ഒരു നുള്ളു ഉള്ളിൽ ഉപയോഗിക്കാം. എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിട്ട് പത്രമത്തെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരം ഉയർത്തിക്കൊണ്ട് കർത്താവിന് വിളിച്ചപേക്ഷിക്കുന്നു. അതിന് കാഴ്ച കൊടുത്ത ദൈവം, ജോബിന്റെ ജീവിത പ്രതിസന്ധിയിൽ വേലി കെട്ടി സംരക്ഷിച്ച ദൈവം, മാരകമായ രോഗങ്ങൾ സുഖപ്പെടുത്തിയ ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ. കർത്താവേ, തീരാവ്യാധിയിൽ കഴിയുന്നവര്, ഇപ്പോൾ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, കർത്താവേ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മാരക രോഗം കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ളവര് എല്ലാവരെയും ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും